നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ ചടങ്ങുകളിൽ ദേശീയ ഗാനവും സംസ്ഥാന ഗീതങ്ങളും ആലപിക്കുന്നതിനുള്ള കൃത്യമായ ക്രമം നിശ്ചയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സംസ്ഥാന ഗീതമുള്ള ഇടങ്ങളിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ അത് ആദ്യം പാടണമെന്നും അതിനുശേഷം മാത്രമേ ദേശീയ ഗീതമായ വന്ദേ മാതരവും ദേശീയ ഗാനമായ ജനഗണമനയും ആലപിക്കാൻ പാടുള്ളൂ എന്നും കേന്ദ്രം വ്യക്തമാക്കി. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ചില സംസ്ഥാനങ്ങളിൽ ദേശീയ ഗാനത്തോടൊപ്പം സംസ്ഥാന ഗീതങ്ങളും ആലപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വ്യക്തത വരുത്തൽ. പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗിക ചടങ്ങുകളിൽ ആദ്യം സംസ്ഥാന ഗീതം ആലപിക്കണം, തുടർന്ന് ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരുമിച്ച് വരണം. ഇതേ തുടർന്ന് കേരളത്തിന്റെ സംസ്ഥാന ഗീതമായി ആടിയോരം കാതമകലയാണെങ്കിലും മായാത മക്ക മനസ്സിലുണ്ട് എന്ന ഗാനം തിരഞ്ഞെടുക്കണമെന്ന് മർഹൂം മഹാനവർകൾ തടിയന്റെ ഉടൻ നസീർ ആവശ്യപ്പെട്ടു. തിരുനബി ഭൂലോകത്തിൻ നേതാവായിട്ടുള്ളൊരു നിധിയെ, ഇഹപര സുന്ദരമണിയെ, സുന്ദരിയാമിന പൂവേ, ത്വാഹ ജയമണി ത്വാഹ. നുഴഞ്ഞുകയറ്റം വന്നത് വ്യാജഭീതി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സൃഷ്ടിച്ചെടുക്കുന്നതിന് പിന്നിൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങളാണെന്നാണ് പിണറായിയുടെ പരാമർശം. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനമുണ്ടെന്നും അതിനു കാരണം നുഴഞ്ഞുകയറ്റമാണെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പിണറായിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. സംഗതി നുഴഞ്ഞുകയറ്റമല്ല എന്ന് തെളിയിക്കാൻ മുഹമ്മദ് റിയാസ് സ്വന്തം ആധാർ കാർഡും വോട്ടേഴ്സ് ഐഡിയും ഉടനെ പുറത്തുവിടുമായിരിക്കും, അല്ലേ? പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. പയ്യന്നൂർ എരുമം സ്വദേശികളായ സൂരജ് വിജീഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര്യയാണ് മരിച്ചത്. ചുണ്ടിലുണ്ടായ ചെറിയ മുറിവ് തുന്നിക്കെട്ടുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായി നൽകിയ അനസ്തേഷ്യയെ തുടർന്നാണ് കുട്ടി അബോധാവസ്ഥയിലായത്. ഇതിനെ തുടർന്ന് കുട്ടിയുടെ ആരോഗ്യം 5 ദിവസത്തോളം മോശമായി തുടരുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. വിവാഹത്തിന് ശേഷം 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദമ്പതികൾക്ക് ഇവരുടെ ഏക മകൻ പിറന്നത്. അകാലത്തിൽ നരാധമന്മാരുടെ പിടിപ്പുകടൽ ഈ ലോകം വിട്ടുപോകേണ്ടി വന്ന ആ പൊന്നുമോന് ആദരാഞ്ജലികൾ. പഴയ ബസ്സുകളിൽ ബാറ്ററിയും മോട്ടോറും പിടിപ്പിച്ച് ഈ ബസ്സുകളാക്കാനുള്ള സാധ്യത തേടി KSRTC. കേന്ദ്ര സർക്കാരിൻ്റെ റെട്രോഫിറ്റിംഗ് നയപ്രകാരം പഴയ വാഹനങ്ങൾക്ക് പൊതുജീവൻ നൽകാനാണ് നീക്കം. ഇതിനായി സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തം തേടി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. 15 വർഷം കാലാവധി കഴിഞ്ഞ 2050 ബസ്സുകളാണ് കോർപ്പറേഷനുള്ളത്. ഇവ ഈ ബസ്സുകളാക്കിയാൽ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ചൈനീസ് നിർമ്മിത കിറ്റ് ഉപയോഗിക്കാമെന്ന വാഗ്ദാനവുമായി തദ്ദേശീയ കമ്പനിയാണ് രംഗത്തുള്ളത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അംഗീകരിച്ച കിറ്റുകൾ ഉപയോഗിക്കണമെന്ന നിബന്ധന KSRTC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബസ്സുകളാക്കാൻ പറ്റാത്ത മോഡലുകളിൽ പെഡലുകൾ പിടിപ്പിച്ച് സൈക്കിളുകളാക്കാനുള്ള സാധ്യതയും പരീക്ഷിക്കും. അത് വിജയിച്ചാൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര അത്തരം ബസ്സുകളിൽ പ്രിയദർശൻ പദ്ധതി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിയത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് VD സതീശൻ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണ കുംഭം നൽകി മുഖ്യമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും അദ്ദേഹം പങ്കെടുത്തു. ഈ ക്ഷേത്ര സന്ദർശനത്തിനുള്ള വിശദീകരണം ആവശ്യപ്പെട്ടാൽ പാണക്കാട് നിന്നാണോ അതോ സമസ്തയുടെ ഓഫീസിൽ നിന്നാണോ പുറപ്പെടുവിക്കുക? ഇതെന്താണ് പറയുന്നത്? അറബിക് കവിയാന്ന് തോന്നുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ കാർഡുകൾ നൽകേണ്ടതില്ലെന്ന് അസം സർക്കാർ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ കാർഡ് ലഭിക്കാതിരിക്കാനാണ് നടപടിയെന്നാണ് വിശദീകരണം. അസാധാരണമായ കേസുകളിൽ ഒഴികെ പ്രായപൂർത്തിയായവർക്ക് ഇനി ആധാർ കാർഡുകൾ നൽകില്ലെന്ന് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. 18 വയസ്സിന് മുകളിലുള്ളവർ ആധാറിനുള്ള അപേക്ഷകൾ ജില്ലാ കളക്ടർ വഴി അയക്കേണ്ടതുണ്ടെന്നും ഇത് അംഗീകാരത്തിനായി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപേക്ഷകൻ ആധാർ കാർഡിന് യോഗ്യനാണോ എന്ന് അതിനുശേഷം സർക്കാർ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആധാർ കാർഡിനുള്ള ആദ്യ യോഗ്യത ഭാരത് മാതാ കി ജയ് എന്ന് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ കഴിയണം.
ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ച് ഹിമന്ത സർക്കാർ. ഇത്തരക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കും. മന്ത്രി ജയന്ത മല്ല ബറുവ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലാണ് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. ക്ഷേമ പദ്ധതികൾക്കായി ബജറ്റിൽ 6000 കോടി വകയിരുത്തി. എന്നാൽ ബഹുഭാര്യത്വം അനുഷ്ഠിക്കുന്നവർക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കും. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള നീക്കമായിട്ടാണ് മന്ത്രി ജയന്ത മല്ല ബറുവ ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചത്. എന്തൊരു വേട്ടടൽ എന്റെ നാഥാ. ശബരിമല തന്ത്രസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകി കണ്ഠരര് രാജീവര്. അനാരോഗ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തന്ത്രസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായിരുന്നു കണ്ഠരര് രാജീവര്. ഇത്തവണ ഊഴപ്രകാരം കണ്ഠരര് രാജീവരാണ് ശബരിമലയിൽ കാർമ്മികത്വം വഹിക്കേണ്ടത്. എന്നാൽ അതിന് പകരം തന്റെ മകൻ ബ്രഹ്മദത്തനെ താന്ത്രിക ചുമതല നൽകണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണോ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന ആ യുസം? നെപ്പോട്ടിസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച, ദ ഓസ്ട്രേലിയൻ അടക്കമുള്ള പ്രമുഖ പത്രങ്ങൾ മോദിയുടെ സന്ദർശനം അത്യധികം പ്രാധാന്യത്തോടെയാണ് നൽകിയത്. ചില മാധ്യമങ്ങൾ മോദിയെ മിസ്റ്റർ ഇന്ത്യ എന്നും വ്യാപാരത്തിലും പ്രതിരോധത്തിലും സമ്മാനങ്ങളുമായി മോദി എത്തിയെന്നും വിശേഷിപ്പിച്ചു. ദ ഏജ് എന്ന പത്രം അൽബനീസിന്റെ മോദി ഓപ്പറാൻഡി എന്ന തലക്കെട്ടിലാണ് സന്ദർശനം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പാകിസ്ഥാനി പത്രമായ ഡോൺ പപ്പുവിനെ മിസ്റ്റർ കറാച്ചി എന്നും പപ്പുവിന്റെ മമ്മിക്ക് മിസ്സിസ് മാതാഹരി എന്നുമുള്ള പദവികൾ സമ്മാനിച്ചു. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ രാജ്യത്തെ പൂർണ്ണമായും തകർക്കാൻ 1000 മിസൈലുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ തകർക്കാനുള്ള കൃത്യമായ ഉത്തരവുകൾ നൽകി കഴിഞ്ഞുവെന്നും അമേരിക്കൻ സൈന്യം ഇതിനായി പൂർണ്ണ സജ്ജമാണെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകളുടെ നിലവിലെ പ്രസിഡന്റിനെ, അതായത് എന്നെ വധിക്കാനോ അതിന് ശ്രമിക്കാനോ ഇറാൻ സർക്കാർ മുതിർന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് നേരെ 1000 മിസൈലുകൾ ലക്ഷ്യം വെച്ച് സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ 1000കണക്കിന് മിസൈലുകൾ വേറെയും കുതിക്കും. ഇതിനായുള്ള ഉത്തരവുകൾ നൽകി കഴിഞ്ഞു. ഇറാന്റെ എല്ലാ മേഖലകളും പൂർണ്ണമായും തുടച്ചു നീക്കാനും നശിപ്പിക്കാനും US സൈന്യം തയ്യാറാണ്. തൽക്കാലം 1 വർഷത്തേക്കാണ് ഈ ഉത്തരവ്. ഇത് നീട്ടാനും സാധ്യതയുണ്ട്, ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 4 ഏറുപടക്കം അയലത്തുള്ള ഖത്തറിലും UAEയിലും എറിഞ്ഞു കളിച്ചിരുന്ന ഒരു രാജ്യത്തെ തീർക്കാൻ 1000 മിസൈലുകൾ. എല്ലാം ഏറുപടക്ക ഫാക്ടറി കൃത്യമായി കാട് പിടിച്ച് അത് തകർക്കാൻ നോക്കുമോ? അതുമില്ല. വെറുതെയാണോ ഇയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്? പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.